നമ്മുടെ നോമ്പുകാല ചിന്തകൾ തുടരുകയാണ്. ഇന്ന് വലിയ നോമ്പിൻ്റെ 17-ാം ദിവസം മാർച്ച് മാസം 19-ാം തീയതിയാണ്. മാർച്ച് മാസം 19-ാം തീയതി ആയതുകൊണ്ട് തന്നെ നോമ്പ് ചിന്തകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടല്ല എങ്കിലും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ചിന്തകളാണ് നാം പങ്കുവയ്ക്കുന്നത്. എല്ലാവരാലും പറയാതെ പറയപ്പെടുകയും എല്ലാവരാലും അറിയപ്പെടുകയും എന്നാൽ അറിയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. പഴയ നിയമത്തിൽ പൂർവ്വ യൗസേപ്പിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പുതിയ നിയമത്തിൽ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് യൗസേപ്പുമാർ, രണ്ട് രീതിയിൽ പ്രാധാന്യമർഹിക്കുന്നവർ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒരു വിജാഗരിയിൽ എന്ന പോലെ യോജിപ്പിക്കുന്ന പുതിയ നിയമത്തിലെ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവ്. സുവിശേഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എഴുതാതെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും വിശുദ്ധ യൗസേപ്പിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷം മുഴുവനായി നോക്കിയാൽ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളിലാണ് യൗസേപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്. 11 പരാമർശങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റും. യൗസേപ്പ് ഒരു തച്ചനായിരുന്നു, മറിയുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നു, യൗസേപ്പ് നീതിമാനായിരുന്നു, ദൈവഹിതം നിറവേറ്റാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു, നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്രയ്ക്കും അവിടെ ഈശോയുടെ ജനനത്തിനും യൗസേപ്പ് സാക്ഷ്യം വഹിച്ചു. യൗസേപ്പ് ആട്ടിടയന്മാർ വന്ന് ദീപബേത്തലിനെ ആരാധിച്ചപ്പോൾ യൗസേപ്പ് ഉണ്ടായിരുന്നു. ജ്യോതി ശാസ്ത്രജ്ഞന്മാർ വന്ന് കാഴ്ചകൾ സമർപ്പിച്ചപ്പോഴും യൗസേപ്പ് അതിന് സാക്ഷിയായി. ഈശോയ്ക്ക് പേരിടുന്ന വേളയിലും യൗസേപ്പ് മാലാഖയുടെ വാക്കുകൾക്ക് കാതോർത്തു. 40-ാം നാൾ ഈശോയെ ദൈവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ശിമയോൻ ഉച്ചരിച്ച വചനങ്ങൾ യൗസേപ്പും കേട്ടിരിക്കാം. ഈശോയെ രക്ഷിക്കാൻ മറിയത്തോടൊപ്പം യൗസേപ്പും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്ന നസ്രത്തിൽ രഹസ്യത്തിലാണ് യൗസേപ്പും കുടുംബവും പാർത്തത്. ജെറൂസലം ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതെ പോയപ്പോഴും ഒരു പിതാവിൻ്റെ ആകുലതയോടെയാണ് യൗസേപ്പ് മറിയത്തോടൊപ്പം മകനെ തിരഞ്ഞത്. ഇത്തരത്തിൽ 11 സ്ഥലങ്ങളിലായി യൗസേപ്പിനെ നമുക്ക് കാണാം. മറിയത്തിൻ്റെ ഭർത്താവും ഈശോയുടെ വളർത്തുപിതാവും എന്ന നിലയിൽ രക്ഷാപദ്ധതിയുടെ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ യൗസേപ്പ് ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റവും നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് ലോക രക്ഷയ്ക്ക് വേണ്ടി എല്ലാം നേടി. എന്നാൽ ഒന്നും നേടാത്തവനെ പോലെ കടന്നുപോയി. എന്ന് എവിടെ വെച്ചു എന്ന് പോലും യാതൊരു രേഖകളുമില്ല. ബലിക്കുള്ള ബലിവസ്തു ഒരുക്കി, എന്നാൽ ബലിയർപ്പിക്കാനോ ബലിയർപ്പിക്കുന്നത് കാണാനോ യൗസേപ്പിന് കഴിഞ്ഞില്ല. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ യൗസേപ്പ്. ഒരുപക്ഷെ ആഗ്രഹങ്ങളിലായിരുന്നു എന്ന് പോലും പറയേണ്ടി വരുന്നു. പേരോ പെരുമയോ സമ്പത്തോ ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യൻ. ചോദ്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ്. അനുസരിക്കുന്നവന് ചോദ്യങ്ങളില്ലല്ലോ. സ്വപ്നത്തിൽ കൽപ്പിക്കുന്നത് ചെയ്തു എന്ന് മാത്രം. ദൈവത്തിൻ്റെ സജീവമായ ഒരു ഉപകരണം പോലെ രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിക്കാൻ യൗസേപ്പിന് കഴിഞ്ഞു. അച്ഛൻ ഉറങ്ങാത്ത രാത്രി എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ അത് തിരുക്കുടുംബമായിരുന്നു. അച്ഛൻ ഉറങ്ങാത്ത രാത്രി. സ്വപ്നം കാണുമ്പോൾ ആഴത്തിൽ ആരും ഉറങ്ങാറില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുക. യൗസേപ്പിന് ദൈവികമായ വെളിപാട് ലഭിച്ചത് സ്വപ്നത്തിലാണ്. മറിയത്തെയും പുത്രനെയും കുറിച്ചുള്ള ചിന്തയാൽ യൗസേപ്പ് ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഉറങ്ങുന്ന ചിത്രം
ഇപ്പോൾ നമുക്ക് ധാരാളമാണ്. ആ ഉറങ്ങുന്ന ചിത്രത്തിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെ ഉറങ്ങുമ്പോഴാണല്ലോ ദൈവിക വെളിപാട് ലഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയും, എനിക്ക് വളരെ വിഷമമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതെഴുതി ഉറങ്ങുന്ന യൗസേപ്പിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ താഴെ ഞാൻ വെക്കും. നേരം വെളുക്കുമ്പോൾ എനിക്ക് ദൈവിക വെളിപാടുന്നതുപോലെ അതിന് ഉത്തരം എനിക്ക് ലഭിക്കും. ഇനിയും യൗസേപ്പിനെക്കുറിച്ച് പറയുമ്പോൾ അളവില്ലാതെ നൽകിയവനാണ് യൗസേപ്പ്. ആര് കൊടുക്കുന്നതും അളന്നാണല്ലോ. ദൈവം മാത്രം അളവില്ലാതെ നന്മ, സ്നേഹം നൽകുന്നു. എന്നാൽ കുടുംബത്തിലെ ഒരവസ്ഥ നോക്കൂ. അപ്പൻ കൊടുക്കുന്നത് അളവില്ലാതെയാണ് കൊടുക്കുക. അതാരും അറിയാറുമില്ല. അതുപോലെ അളവില്ലാതെ മുഴുവൻ നൽകിയതിൻ്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ യൗസേപ്പ്. എന്തും സംഭവിക്കാമായിരുന്നു. മറിയത്തെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാമായിരുന്നു. മറിയത്തെ പലായനം ചെയ്യാൻ നേതൃത്വം കൊടുത്തതിന് ശിക്ഷിക്കാമായിരുന്നു. ഏതവസരത്തിലും അത്തരത്തിലുള്ള വേദനകൾ പ്രതീക്ഷിക്കാമായിരുന്നു, ശിക്ഷകൾ പോലും പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ നൽകിയവനാണ് വിശുദ്ധ യൗസേപ്പ്. ഇനിയും എനിക്ക് തോന്നുന്ന പുതിയ നിയമത്തിലെ ബലിപീഠമാണ് വിശുദ്ധ യൗസേപ്പ്. പരിശുദ്ധ കന്യകാമറിയവും ഈശോയും ബലിയർപ്പിച്ച സ്ഥലം മുഴുവനായി സമർപ്പിച്ചത് യൗസേപ്പിനെയാണ്. ആശ്രയിച്ചത് ഈ ഭൂമിയിൽ യൗസേപ്പിനെയാണ്. ദൈവത്തിൻ്റെ ബലിപീഠമാണ്. നമുക്കറിയാമല്ലോ, ദേവാലയത്തിൽ ബലിപീഠം അത്ര വലിയ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല. നിശബ്ദമാണ്, മൂടിയിട്ടിരിക്കും, വിരിക്കപ്പുറമാണ്. പക്ഷേ ബലിപീഠമുണ്ടെങ്കിലേ ബലി നടക്കുകയുള്ളൂ. അതിനുള്ള എല്ലാം ഒരുക്കിയത് യൗസേപ്പാണ്. ബലിക്കുള്ള ബലിപീഠം ഉണ്ടാക്കി മറഞ്ഞു നിന്നത് വിശുദ്ധ യൗസേപ്പാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ മുനി താപസൻ ആണ് വിശുദ്ധ യൗസേപ്പ്. ദ ഫസ്റ്റ് കോൺടെംപ്ലേറ്റീവ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ്. ദൈവസ്വരം കേൾക്കുന്നു, അതിൽ ആശ്രയിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. മൗനത്തിലായിരിക്കുമ്പോഴല്ലേ ദൈവസ്വരം കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മൗനമായിരിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിനായി വിശുദ്ധ യൗസേപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൽ എരിഞ്ഞ് സൂര്യനെ പോലെ പ്രകാശിച്ചവൻ. അദ്ദേഹം ഒരു അസാധാരണ മനുഷ്യനായിരുന്നില്ല. സാധാരണ മനുഷ്യനെ ദൈവം അസാധാരണമാക്കി. തനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയവൻ. വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ആരും അറിയാതെ ഇല്ലാതായി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇരുട്ടിൽ നടക്കാൻ ലോകത്തെ പഠിപ്പിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. എൻ്റെ ചിന്തയിൽ ദൈവം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. അബ്രാഹത്തെക്കുറിച്ച് അങ്ങനെ പറയും. എന്നാൽ ഇവിടെ ദൈവം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവൻ യൗസേപ്പാണ്. മറിയത്തെ വിശ്വസിച്ച് കയ്യിൽ കൊടുത്തു. തൻ്റെ പുത്രനെ വിശ്വസിച്ച് കയ്യിൽ കൊടുത്തു. ഏത് തകർച്ചയിലും ദൈവം ഇടപെടുമെന്ന് യൗസേപ്പ് വിചാരിച്ചു. അതുകൊണ്ട് വിശ്രമമില്ലാതെ ജീവിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം, ആശ്രയബോധം, അനുസരണം, വിധേയത്വം, ഉത്തരവാദിത്വം ഇവ പൂർണ്ണമായി നിറവേറ്റി ബലിക്കായിട്ട് ബലിവസ്തുവിനെ ഒരുക്കി ബലിപീഠത്തിലേക്ക് അയച്ച വിശുദ്ധ യൗസേപ്പ് നമുക്ക് ഏത് തലത്തിലുള്ളവർക്കും മാതൃകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്ക്, സമർപ്പിത ജീവിതം നയിക്കുന്നവർക്കെല്ലാം എന്നും യൗസേപ്പ് ഒരു മാതൃകയാണ്. വിശ്വാസത്തിൻ്റെ മാതൃക, ആശ്രയബോധത്തിൻ്റെ മാതൃക. ഈ അനുഗ്രഹങ്ങൾക്കായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് മാറ്റി നിർത്താം.